ഷിബു അണ്ണ, നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ തടഞ്ഞത്? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കണ്ടേ? അവളെ കെട്ടണേക്കാളും ഭേദം ചാവണതാ. അങ്ങനെ അങ്ങനെ ചാവണ്ടിയ നാടിന്റെ പേര് എഴുതി വെച്ച് ഞാൻ ചാവും, നോയിക്കോ. ഓ പിന്നെ ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞിലേ കാണായിരുന്നു. ഒന്നെങ്കിൽ നീ അവളെ കെട്ടണ്ട വന്നേനെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ്ട വന്നേനെ. നിങ്ങൾ എന്തായി പറയണ ഷിബു അണ്ണ? അവിടെ അച്ഛൻ SIക്ക് വാക്ക് കൊടുക്കണമെന്ന് കേട്ടല്ലേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെ പിടിച്ച് കെട്ടിച്ചോളാന്ന്. എടാ പൊട്ട, ആ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് മാത്രമായിരുന്നു നമുക്ക് റിസ്ക് ഉള്ള പരിപാടി. അതെന്തായാലും ഭംഗിയായിട്ട് നടന്നു. ഇനി കെട്ടണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പോ അച്ഛനോട് SIയോട് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പുതിയൊരു തിരക്കഥ തയ്യാറാക്കണം. ബ്രഹ്മാവനാണോടാ ആയുസിന് പഞ്ഞം. അപ്പോ പ്രശ്നമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കടാ. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ പോയിന്ന് കാണണം. നമ്മൾ കാശൊക്കെ നന്നായിട്ട് കൂടുതൽ കൊടുക്കുന്നില്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കണം. 5 മിനിറ്റ്, ഒരു 3 നീ ഒരു ചിരിപ്പിക്കാണ്ട് വന്നു. മിനിറ്റ് നിന്നിട്ട് ചോദിക്കണം പ്ലീസ്. ആ ശരി, ഞാൻ വിളിക്കാം. വന്ന് കാണാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. ഹേ, അങ്ങനെയൊന്നുമില്ല. അല്ല, കുടിക്കാൻ വല്ലതും പറയട്ടെ? ഒന്നും വേണ്ട. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നത് ഇതാ ഇത് തരാൻ വേണ്ടിട്ടാ. എന്താ ഇത്? കുറച്ച് കാശാ, പറഞ്ഞതിലും കൂടുതലുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം? അല്ല, അന്ന് പോലീസ് സ്റ്റേഷനില് സിന്ധു ഞങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മളൊക്കെ. ഓ, അതാണോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എനിക്കും കൂടെ വേണ്ടിയാ. പോലീസ് കേസൊക്കെ വലിയ തൊല്ലയാന്നേ. അയ്യോ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. പ്ലീസ് വാങ്ങണം. ഹേയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ അന്നത്തോടെ ആ തൊഴിലങ്ങിയെ നിർത്തി. ആ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും വിഷമം ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായെങ്കിലും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നന്നായിട്ട് മാറിയില്ലേ? സന്തോഷമുണ്ട് കുട്ടി. എൻ്റെ ആ സന്തോഷം ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി ഈ പൈസ വാങ്ങിക്കണം പ്ലീസ്. എനിക്ക് വേണ്ട. അയ്യോ, ഞങ്ങളെ കന്യരായിട്ട് കാണല്ലേ, കുട്ടി വാങ്ങിക്കൂ പ്ലീസ്. അതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. പിന്നെ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെയാ കാശ് വാങ്ങുന്നത്? ആരെ കല്യാണം കഴിക്കണ ആരും? ഞാൻ ചേട്ടനെ. അപ്പൊ നിന്റെ ഉദ്ദേശം എന്താടി? കല്യാണം, അതും ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിലാ? അതെ, നീ ആ പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. പള്ളിയിലൊന്നും പോവാൻ വയ്യ. പിന്നെ കേറി ശീലമില്ലാന്നേ. കേറി ശീലമുള്ള ഒരു സ്ഥലമുണ്ട്. എവിടെയാ? പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി SIയോട് പറഞ്ഞോളാം. പോരെ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്തല്ലേ അടങ്ങൂ? ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എടി, നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ലോകത്ത് വേറെ എന്തോരം ആമ്പിള്ളേരെ കിട്ടും. ഈ വേട്ടാളെ തന്നെ വേണം നിനക്ക് നിർബന്ധമുണ്ടോ? ചെറുപ്പനാണ് മോളെ. നീ വേണമെങ്കിൽ ഇവൻ നിനക്കൊരു ജീവിതം. ഷിബു എന്നായി പറയുന്നേ? എവനെങ്കിലൊക്കെ കെട്ടി ജീവിതം തുടങ്ങാനാന്ന് എനിക്ക് എന്നേ ആവായിരുന്നു. പിന്നെ ഇവനെ പോലെ ഒരു കാട്ടുമക്കനെയൊക്കെ ആർക്ക് വേണം? ഇനി പുതിയൊരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് റാണിയായിട്ടായിരിക്കും, മഹാറാണിയായിട്ട്. അതിനെനിക്ക് കാശ് വേണം. അതിന് നീ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ മഹാരാജാവൊന്നും അല്ല. ഇവൻ മഹാരാജാവൊന്നുമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവൻ ചെറിയൊരു കോടീശ്വരനാ. ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ കൂടെ കൊണ്ടു നടക്കാനാണെങ്കിൽ സുന്ദരനല്ലേ എന്റെ ചേട്ടൻ? വേറെ എവിടെ കിട്ടും എനിക്കിതുപോലത്തെ ഒരു ഭാഗ്യം? അവളുടെ ഒരു ഭാഗ്യം. എടിപുല്ലേ, നിനക്ക് അറിയില്ലേ മനുവിനെ? എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉറക്കിക്കെടുത്തിരിക്കുന്ന ഒരു മൃഗമുണ്ട്. അതിനെ വെറുതെ എണീപ്പിക്കരുതേ. ആ മൃഗത്തെ എനിക്കറിയാം. ഇനി അഥവാ അത് എഴുന്നേറ്റാലും അതിനെ ഉറക്കാനും അറിയാം. എടാ, നീ അതിനിടയ്ക്ക് അതോളെ കാണിച്ച പിന്നെ അവള് പറഞ്ഞോ? അവൾ കള്ളം പറഞ്ഞടാ. എന്താ തന്ത്രം മെനയാണോ? അല്ല, ഞങ്ങളൊരു സുപ്രധാന കാര്യം ചർച്ച ചെയ്തതാ. എന്ത് ചർച്ച? അല്ല, നിങ്ങളിപ്പോ ഇവനെ കെട്ടിയാലും നിങ്ങൾ ആയിരിക്കുന്ന ഒരു ജീവിത സുഖം എന്തായാലും കൊണ്ട് തരാൻ പറ്റില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നല്ലേ? ഓ, അത് കുഴപ്പമില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ്. അപ്പൊ ശരി, ഞാൻ വരട്ടെ. അല്ല,
തിന്നോ? എന്താ തിരുമേനി, വല്ല പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ കൂവും ഷൂവും ഒന്നും കാണാൻ പറ്റുന്നില്ല. അതിപ്പോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ അങ്ങനെപ്പോലുള്ള മാമാർക്ക് കാണാൻ പറ്റും. കളി നടക്കട്ടെ. ജോത്സരെ, ആ പൊരുത്തുണ്ടോ നോക്കി. പൊരുത്തം ഉണ്ടോന്നോ? മഹാലക്ഷ്മിയല്ലേ വന്ന് കയറാൻ പോണേ. എല്ലാം നിങ്ങളുടെ മകന്റെ ഭാഗ്യമാണ്. ശരിയാ. നമ്മൾ തേടി നടന്നാൽ ചിലപ്പോ ഇതുപോലൊരു ജാതകം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് പൊരുത്തമുള്ള ഒരു ജാതകമല്ലേ. പിന്നെ ഈ കുട്ടിയുടെ ആഗമനത്തോടെ ഈ ഭവനത്തിൽ ധനത്തിന്റെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അത് ശരിയാ, കറക്റ്റ്, ദിവ്യന. അതായത് ഒരു നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിച്ചു വെക്കേണ്ടി വരും നായർക്കെന്ന് മനസ്സിലായോ? ശരിയാ, ഒരു മേശം കസരെടുത്ത് പുറത്തിറണ്ട് വരും. ഫോൺ വിളിക്കൊരു കട്ടിലും കൂടി വാങ്ങിച്ചെന്നാ. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, റിസർവ് ബാങ്ക് കൂടെ തുറക്കേണ്ട വരും പറയാ. അതെ, എനിക്കൊരു സീരിയസ് ആയിട്ട് കാര്യം പറയാനിട്ടാ. എന്താണ്? ആ മെഷീന്റെ പണി ഞാൻ തന്നെ ചെയ്തോളാം. ശമ്പളം ഒന്നും വേണ്ട, തിന്നാൻ കുടിക്കാൻ എന്തെങ്കിലും തന്നാ മതി. മെഷീനാണെങ്കിൽ അതും കൊടുക്കണ്ടല്ലോ. എന്താണ്? അച്ഛാന്ന്. അപ്പോ നോക്കല്ലേ തിരുമേനി? നോക്കാന്നല്ല, നടത്താം. അപ്പൊ കല്യാണം ഇപ്പൊ നടത്താം? ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ അങ്ങ് നടത്താം. എന്നാ പിന്നെ ജോത്സരെ, മുഹൂർത്തം കുറിച്ചോളൂ. ഇത് ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട. കണക്ക് തെറ്റില്ല, ഒന്ന് വെയിറ്റ് ചെയ്യ്. ചേട്ടാ, ഇവിടെ കാർഡ് എടുക്കുമോ? ആ പണ്ടാറൊന്നും ഇവിടെ എടുക്കൂല, കടം പറയുന്നത് റെഡി. കാർഡൊക്കെ എടുക്കും. എടുക്കോ? ആരാ പറഞ്ഞു കാർഡ് എടുക്കൂലെന്ന്? നീ വിഷമിക്കൊന്നും വേണ്ട. കുടിക്ക്. ഓ അയ്യോ, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെല്ലാം പെണ്ണിന്റെ അമ്മായിമാരാ. ഇത് ജാനു ചേച്ചി, റിട്ടയർ ചെയ്തു. പിന്നെ ഇത് രമണി, നിന്റെ പേരനാടി? ശാന്ത. ഇവരിപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. എവിടെ ജോലി? സഹകരണ സംഘത്തിലാ. ഓ, ബാങ്കിലാണ്. അങ്ങനെയും പറയും. അപ്പൊ ഇനി ലോണിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണൂല. എപ്പോ ചെന്നാലും കിട്ടും. ഏത് ലോൺ വേണമെങ്കിലും ഈ ശാന്ത ശരിയാക്കി തരും, ഡിസ്കൗണ്ടും തരും. പറഞ്ഞ് ചളവാക്കല്ലേ അളിയാ, നമ്മുടെ തറവാറിന് ചേർന്ന ബന്ധാ. അതാണ് കാരണവർക്ക് അത് മനസ്സിലായി. അല്ല, ഇതാരാ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് പെണ്ണിന്റെ ഒരേ ഒരു അപ്പോ കല്യാണക്കാരി ഒന്ന് സംസാരിച്ചുറപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാവരും വിളിച്ചത്. അതറിയാലോ. അപ്പോ ജാതകമൊക്കെ ഞങ്ങൾ നോക്കി. 10 പൊരുത്തമുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേറൊന്നും സംസാരിക്കാനില്ലല്ലോ. അല്ല, അതൊക്കെ അവിടെ തീരുമാനിക്കുന്ന പോലെ. എന്നാ പിന്നെ എത്രാം തീയതി പറഞ്ഞേ? 5-ാം തീയതി. 5-ാം തീയതി. ഈ വരുന്ന 5-ാം തീയതി നമുക്ക് ആ കല്യാണം കൂടെ നടത്താം. എന്താടാ? നിങ്ങൾക്കറിയോ, ഇതിനൊക്കെ കാരണം പെരട്ടക്കളവനാ. ഏത് കളവൻ? എന്റെ അമ്മാവൻ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നിട്ടാ, ഏതെങ്കിലും ബന്ധിച്ചിട്ടുള്ള കറുത്ത കൈ ഇതിന്റെ പിന്നിലുണ്ടാവുന്നു. എടാ, നീ ഇങ്ങനെ വെള്ളം അടിച്ച് തിളക്കല്ലേ. എല്ലാത്തിനും ഒരു ക്ഷമ വേണം. നമുക്കൊരു വഴി ഉണ്ടാക്കണം. ഇനിയിപ്പോ എന്ത് വഴിന്നാ പറയണേ? കാശ് വാങ്ങുമായിരുന്നു, ഈ കാശ് കൊടുക്കായിരുന്നു. പക്ഷെ അവക്ക് ഇവനല്ലേ ഇഷ്ടം. നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. എന്ത് വഴി? നീ വഴി പറ. രാജ്, ശോഭരാജ്. ഇതാണ് സാർ യഥാർത്ഥത്തിൽ നടന്ന കഥ. അപ്പോ ഇനി അണ്ണൻ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അതെ അണ്ണാ. ഈ സാറിന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ അണ്ണല്ല. ഇപ്പൊ നമ്മൾ തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് വേറൊരു വഴിയില്ലണ്ണ. രക്ഷിക്കണം. ആ കാശ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏത് കാശ്? മറ്റേ 5 ലക്ഷം. അതൊക്കെ അറേഞ്ച് ചെയ്യാം. എങ്കിൽ പെട്ടെന്ന് അത് എത്തിക്ക്. കല്യാണത്തിന് അവൾ കാണില്ല. വിശ്വസിക്കാവോ അണ്ണാ? ഇത് ശോഭരാജിന്റെ വാക്കാ. എല്ലാരും ഉറങ്ങിപ്പോയിന്ന്. പെണ്ണുങ്ങൾക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? അല്ല, കല്യാണത്തിന്റെ ചെരണ്ടലും പറക്കലും ഒക്കെ. ജ്യൂസ് അധികം കുടിച്ച് വയറിറക്കണ്ട, ഭക്ഷണം തരും.
പിടിച്ചേ ഇതെന്താ? ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലീസ്റ്റാ. ഇതിലുള്ളവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി. ഓക്കെ. ആ നമസ്കാരം. എന്താ താമസിച്ചത്? കുറച്ച് തിരക്കായി പോയി ആന്റി. ആണോ? മനു എവിടെ? ആ, മനു ദേ, അവിടെ അകത്തുണ്ട്. ഉണ്ട്. ശരി ശരി. നിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നല്ലോ, വേഗം അങ്ങോട്ട് ഇല്ലേ? ശരി. ഇത് എവിടെ ആയിരുന്നു? ആളാകെ മാറിപ്പോയല്ലോ. ഹിമാലയത്തിൽ ആരായാലും മാറിപ്പോകില്ലേ? ശരി ശരി ശരി. ആയിക്കോട്ടെ. അങ്ങോട്ടിരിക്കാം. നോക്കി പടാ. സുഖാണോ? ഇത് നിന്റെ മകളാ? അതെ. എനിക്ക് പിറക്കാതെ പോയ കൊച്ചു. ചേട്ടന് സുഖമാണോ? എനിക്കോ? ആയിരുന്നു. വീണ്ടും നിന്റെ അനിയൻ വന്നു. ചേട്ടന്റെ കല്യാണം എന്റെയോ? നിന്റെ ഭർത്താവ് വന്നില്ലേ? വന്നു. എന്നിട്ട് അവളെ എവിടെ? അവിടെ ഉണ്ട്. എവിടെ? ഇതാര്? നീയാ പറഞ്ഞു ഉളഞ്ഞാനാ. ഇയാൾ ഇതെങ്ങനെ കേട്ടു? നീ ടെൻഷൻ അടിക്കലടാ, എല്ലാം ശരിയോ? അണ്ണാ എന്താ വല്ല പ്രശ്നമുണ്ടാ? ഏയ് ഒരു പ്രശ്നമില്ലടാ. അല്ല ഇനി അവളെങ്ങനെ കയറി വരൂ? ആര് വരാനോ? അവളോ? എടാ ശോഭാരാജ് ഏറ്റിരിക്കുന്നത്. അവളെ ഇപ്പൊ പരലോകം എത്തിക്കണം. ഇനി എങ്ങാനോള് വന്നാലോ അണ്ണാ? അവളെവിടെ? ശോഭരാജ് പണി ഒപ്പിച്ച് മക്കള്. അവളെ അയാള് പൊക്കി. ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കഴിഞ്ഞിട്ട് വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞ് ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് BP കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? മനസ്സിലായി ശിവണോ? അത് പോയില്ലേ? മനസ്സിലായി. സെറ്റായില്ലേ? കരയല്ല അമ്മ. ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ലേ? ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്ന് അറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ടേ, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളെന്ന് പറയുമ്പോ ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. കോൾ ചെയ്യണത് പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുമാര് കാണും. അതെ, ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേടാ? അതിനിടയ്ക്ക് വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ട് ഞാൻ അവളെ നോക്കിയെന്നറിയോ? എന്നോട് അവൾ ഈ ചതി ചെയ്തത്. പോട്ടടാ, അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായം ഒരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന്. ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളിയുടെ നല്ല മനസ്സിന്റെയാ. തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതമ്മേ, എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ
ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നത് അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോ എന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവെന്ന് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങൾ ഒന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ. ഓ എന്താടാ നിനക്ക്? വന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം മതി. നീയൊക്കെ കൂടെയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. ഡാ, നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെയാ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരമായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ? അയാള് കണ്ടാ, കല്യാണത്തിന്റെ അന്ന് വരെ ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവിടെ കെട്ടണേക്കാളും ഞാൻ ചാവണതാ. ഒടുവിൽ ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. നീ ആവശ്യമില്ലാതൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണ. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി 2-ൽ ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലാനോ? അവളെ കൊല്ലണം. നീ എന്ത് പ്രാന്താണാ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി, കേട്ടാ? ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള നിങ്ങളുടെ പരിപാടി? എടാ, നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ എന്തുന്നാണത്? പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്നു കയറുന്നു. ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാൽ മതി. നീ അവളെ കൊല്ലുക തിന്നുക എന്താ ചെയ്തോ, ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കണ്ട. നീ വേണോ? അണ്ണവൻ്റെ വാ. ഉക്കോളാ.